നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്കൂൾ പ്രിൻസിപ്പലിനെ സ്വന്തം വീട്ടിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 2 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പണത്തിനും ആഡംബര ജീവിതത്തിനും വേണ്ടിയുമാണ് തങ്ങൾ ഈ കൃത്യം ചെയ്തതെന്ന് പിടിയിലായ വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. കൊണ്ടമല്ലേപ്പള്ളിയിലെ നാഗാർജുന പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളും ഡയറക്ടറുമായ കല്ലു രൂപ റെഡ്ഡിയാണ് കൊല്ലപ്പെട്ടത്. ഓഗസ്റ്റ് 12-നാണ് രൂപ റെഡ്ഡിയെ സ്വന്തം വീടിനുള്ളിൽ ദാരുണമായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൈദരാബാദിലായിരുന്ന ഭർത്താവ് പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതിരുന്നതിനെ തുടർന്ന് അയൽക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് അയൽക്കാരെത്തി നോക്കിയപ്പോഴാണ് ശരീരത്തിൽ 27ഓളം ഇടങ്ങളിൽ കുത്തേറ്റ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ചോരയിൽ കുളിച്ചു കിടന്ന രീതിയിലായിരുന്നു പ്രിൻസിപ്പലിന്റെ മൃതദേഹം. ശരീരത്തെ കുത്തി വികൃതമാക്കി കല് തീർത്തിരിക്കുന്നു എന്ന് വ്യക്തം. ഇത്രയും വലിയ കൊടും ക്രൂരകൃത്യം ചെയ്തത് കൗമാരക്കാരാണെന്നും ഇനിയും വിശ്വസിക്കാൻ പറ്റാതെ നാട്ടുകാർ പോലും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഭവസ്ഥലത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ, ശാസ്ത്രീയ വിരലടയാള പരിശോധനകൾ, ഫോൺ കോൾ വിവരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ട അന്വേഷണം. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 80-ലധികം ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി. എന്നാൽ കൊലപാതകത്തിന് തൊട്ടു മുൻപ് രൂപ റെഡ്ഡി തന്റെ ഭർത്താവിന്റെ മാതാവിനെ ഫോണിൽ വിളിച്ചിരുന്നു എന്ന കണ്ടെത്തലാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. സംസാരിക്കുന്നതിനിടയിൽ ഇവർ ബാബു എന്ന വാക്ക് പറഞ്ഞതായി പോലീസിന് വിവരം ലഭിച്ചു. ഈ വാക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ തുടരന്വേഷണമാണ് അന്വേഷണ സംഘത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചത്. സംഭവ ദിവസം സ്കൂളിൽ ഹാജരാകാതിരുന്ന 5 വിദ്യാർത്ഥികളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇവരിൽ 2 പേർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൻതോതിൽ പണം ചെലവഴിക്കുന്നതായി പോലീസ് നിരീക്ഷിച്ചു. തുടർന്ന് ബുധനാഴ്ച രാവിലെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത്. മുമ്പ് സ്കൂൾ ഹോസ്റ്റലിൽ മോഷണം നടത്തിയതിന് പ്രിൻസിപ്പൽ ഇവരെ ശകാരിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ് ഇവർ മോഷണം നടത്തിയതായി പ്രിൻസിപ്പലിന്റെ വീട്ടിൽ കയറിയത്. എന്നാൽ കവർച്ചയ്ക്കിടെ സംഘത്തിൽ ഒരാളെ പ്രിൻസിപ്പൽ തിരിച്ചറിഞ്ഞതോടുകൂടി പിടിക്കപ്പെടാതിരിക്കാൻ ഇവർ രൂപ റെഡ്ഡിയെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ കവർന്ന ശേഷമാണ് പ്രതികൾ കടന്നുകളഞ്ഞത്. തുടർന്ന് ഈ പണവുമായി ഗോവയിൽ പോയി ആഘോഷിക്കുകയും പുതിയ ഐഫോൺ വാങ്ങുകയും ചെയ്തു. അറസ്റ്റിലായ വിദ്യാർത്ഥികളിൽ നിന്ന് 1.5 ലക്ഷം രൂപ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.